ദുബായിൽ ജോലി ചെയ്ത പ്രവാസ ജീവിതം നയിക്കുന്ന ഒരു കൂട്ടം കാസർഗോഡ് ജില്ലക്കാരുടെ സംഘടനയായ ദയാ ദുബായ് കൊടവലം പാട്യാമരടുക്കത്തെ വേണു ലളിത ദമ്പതികളുടെ മകൾ ഭിന്നശേഷിക്കാരിയായ ദിവ്യയ്ക്ക് ദയാ ദുബായിയുടെ കാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി വിഷു കൈനീട്ടമായി ഹൈഡ്രോളിക് വീൽ ചെയർ നൽകി. ദുബായിൽ ജോലി ചെയ്ത പ്രവാസ ജീവിതം നയിക്കുന്ന ഒരു കൂട്ടം കാസർഗോഡ് ജില്ലക്കാരുടെ സംഘടനയായ ദയാ ദുബായ് കൊടവലം പട്യാമരടുക്കത്തെ വേണു ലളിത ദമ്പതിമാരുടെ മകൾ ഭിന്നശേഷിക്കാരിയായ ദിവ്യയ്ക്ക് ദയാ ദുബായിയുടെ കാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി വിഷു കൈനീട്ടമായി ഹൈഡ്രോളിക് വീൽ ചെയർ നൽകി. അച്ഛൻ അർബുദ രോഗബാധിതനും അമ്മയ്ക്ക് വലിയ സർജറി കഴിഞ്ഞ് വിശ്രമത്തിലാണ്. മകൾ ദിവ്യയ്ക്ക് വീടിനുള്ളിൽ സഞ്ചരിക്കുവാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു. ഇവരുടെ ദയനീയാവസ്ഥ ദയാ മെമ്പർ അജിത് നിട്ടൂർ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ദിവ്യയ്ക്ക് ദയാ ദുബായിയുടെ സ്നേഹ സമ്മാനം നൽകിയത്. ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്, അൻവിത ചികിത്സാ സഹായ കമ്മിറ്റി. അപ്പോൾ അത് കണ്ടുകൊണ്ട് ആ കുട്ടി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, രേഖിച്ച് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ദയാ ദുബായ് എന്ന് പറഞ്ഞൊരു സംഘടന ഞങ്ങൾ ചെറിയ സഹായങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അൻവിതക്ക് നമ്മൾ ചെറിയൊരു സഹായം ചെയ്യാം എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചു. എന്നിട്ട് അവരെന്നെ നേരിട്ട് വന്ന് 15,000 രൂപ ആ കുട്ടിയുടെ വീട്ടിൽ നേരിട്ട്, കമ്മിറ്റിക്കല്ല, ഞങ്ങൾ നേരിട്ട് വന്ന് ആ കുട്ടീനെ ഏൽപ്പിക്കുന്നു പറഞ്ഞു. അങ്ങനെ ആ സമയത്ത് 15,000 രൂപ ആ ഒരു കുട്ടിക്ക് സഹായമായിട്ട് അവരത് ലഭിച്ചു. അപ്പോൾ ഇങ്ങനെ ഈ ഒരു സാഹചര്യം ഞങ്ങൾ വാർഡ് മെമ്പർ എന്ന നിലയിൽ എല്ലാ സമയത്തും ഇവിടെ വരുന്നതാണ്. അപ്പോൾ ഈ വീട്ടിലത്തെ ദയനീയാവസ്ഥ കണ്ടിട്ട് ഞാനിങ്ങനെ അജിത്തോട് ഈ കാര്യങ്ങളിങ്ങനെ ഒരു വോയിസ് ഇട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു, മോനെ ഒരു ചെറിയൊരു സഹായം നിങ്ങളെ ദയന്ന് കിട്ടുമോ നമുക്കെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഞങ്ങൾ സംഘടന ഗ്രൂപ്പിലേക്ക് ഇട്ടിട്ട് ഞാൻ ചോദിക്കാൻ ഏകീകരിച്ചിരുന്നിട്ട് പറ്റാവുന്ന രീതിയിൽ ഞങ്ങളിന്ന് സഹായം ഞാൻ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. ഉണ്ണികൃഷ്ണൻ പൊന്നൻ, പ്രകാശൻ കൊഴുമൽ, പ്രജീഷ്, സതീഷ് പുതുച്ചേരി, പ്രകാശൻ CV എന്നിവർ ചേർന്ന് വാർഡ് മെമ്പർ രേഖയുടെയും കുടുംബാംഗങ്ങളുടെയും നാട്ടുകാരുടെയും സാന്നിധ്യത്തിൽ ദിവ്യയുടെ ഭവനത്തിലെത്തി വീൽചെയർ കൈമാറി. 35,000 രൂപയോളം വില വരുന്നതാണിത്. ദൈനംദിന ജീവിതം കുറച്ചുകൂടി മെച്ചപ്പെടാൻ അവർക്ക് ഇത് സഹായകരമാകും. 15 വർഷത്തിൽ അധികമായി കാസർഗോഡ് ജില്ലയിലെ വിവിധ മേഖലകളിൽ സംഘടനകൾക്കും നിർധനരായ മാരക രോഗങ്ങൾ ബാധിച്ച പ്രയാസങ്ങൾ അനുഭവിക്കുന്ന വ്യക്തികൾക്കും ആശ്വാസകരമാകുന്ന നിരവധി സഹായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുന്ന ദയാ ദുബായ് അംഗങ്ങൾ വ്യക്തി വരുമാനത്തിന്റെ ഒരു വിഹിതം കൊണ്ടാണ് ഇത്തരം പ്രവർത്തനത്തിനുള്ള ധനസമാഹരണം നടത്തുന്നത്. ഈ ദയാ ദുബായ് ദുബായിൽ 10-15 വർഷം മുന്നേ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് സംഘടന ദയാ ദുബായ്. നാട്ടിലുള്ള ആൾക്കാർക്ക് ചികിത്സാ സഹായം മറ്റ് സഹായങ്ങൾ ചെയ്യാമെന്ന ഉദ്ദേശത്തോടെയാണ് നമ്മളിത് തുടങ്ങിയത്. ഏകദേശം 10-15 വർഷത്തോളം ഇത് നമ്മൾ തുടങ്ങിയിട്ട് പല ആൾക്കാർക്ക് പല സ്ഥലങ്ങളിലും പല സംഘടനകൾക്കും പല ഹോസ്പിറ്റൽസ് വരെ നമ്മൾ ഇതുവരെ സഹായം ചെയ്തു വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഏകദേശം 19 മെമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ ഇത് ഈ പുതിയൊരു കുട്ടിക്ക് ഇങ്ങനൊരു സഹായം ആവശ്യമാണെന്ന് നമ്മളൊരു മെമ്പർ കൂടി അജിത്ത് പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സും എല്ലാ മെമ്പേഴ്സും കൂടി ആലോചിച്ച് തീരുമാനിച്ച്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.